എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ദയനീയമായ തോൽവി. ഇന്ത്യയെ വെറും 28 റൺസിനാണ് ഇംഗ്ലണ്ട് തോൽപ്പിച്ചത്. ആദ്യ ഇന്നിംഗ്സിൽ 190 റൺസ് ലീഡ് നേടിയതിനു ശേഷമാണ് ഇന്ത്യ ഇംഗ്ലണ്ടിന് മുന്നിൽ മുട്ടുമടക്കിയത്. ഇന്നത്തെ മത്സരം തോറ്റ ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ ടെസ്റ്റ് മത്സരം തോറ്റതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. ഈ മത്സരം വിജയിക്കാൻ സാധിക്കും എന്നായിരുന്നു ഞങ്ങൾ കരുതിയത്. എന്നാൽ ഞങ്ങൾക്ക് അതിന് സാധിച്ചില്ല. തുടക്കം മുതൽ മത്സരത്തിൽ ഞങ്ങൾക്ക് ഒരു ആധിപത്യം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് നഷ്ടമായി. കളിക്കാർ എല്ലാവരും തന്നെ നന്നായി കളിച്ചു. ജഡേജ, രാഹുൽ, ബുംറ, അശ്വിൻ എല്ലാവരും തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എന്നിരുന്നാലും ബാറ്റിംഗിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ഉണ്ട്. മാത്രവുമല്ല, ഈ മത്സരത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ വരും മത്സരങ്ങളിൽ തിരുത്തും. ഇംഗ്ലണ്ട് ഇന്ന് നന്നായി തന്നെ കളിച്ചു. എന്തുതന്നെയായാലും ഒരു മത്സരം ആകുമ്പോൾ ഒരു ടീമിന് മാത്രമല്ലേ വിജയിക്കാൻ സാധിക്കൂ. ഇന്ന് ഒരു പക്ഷേ അവരുടെ ദിവസം ആയിരിക്കും. ബാറ്റിംഗിൽ ഗിൽ, ശ്രേയസ് എന്നിവർ അമ്പെ പരാജയമാണ്. ആ സ്ഥാനത്ത് സഞ്ജുവിനെ കളിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാകും എന്ന് ഞാൻ ആലോചിക്കുന്നു. എന്തായാലും വരും മത്സരങ്ങളിൽ ഞങ്ങൾ ശക്തമായി തന്നെ തിരിച്ചു വരും എന്നും രോഹിത് വ്യക്തമാക്കി. ഇന്ത്യൻ പ്ലേയേഴ്സ് എല്ലാവരും തന്നെ നന്നായി കളിച്ചു. ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപാട് നല്ല പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും അവശേഷിക്കുന്നത് 4 ടെസ്റ്റ് മത്സരങ്ങളാണ്. അതിൽ നന്നായി കളിച്ച് പരമ്പര നേടാനാണ് ഇനി ഇന്ത്യയുടെ ലക്ഷ്യം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.